just heard during the infilling of the Spirit how in a moment, in the twinkling of an eye, we are all going to be transformed. നാമൊക്കെയും ആത്മനിറവിന്റെ സമയത്ത് നാം കേൾക്കുകയും ആരാധിക്കുകയും ചെയ്തു. നൊടിയിടയ്ക്കുള്ളിൽ നാം പറന്നുപോകും. You know, the world is also waiting for a transformation. ലോകവും ഒരു രൂപാന്തരത്തിനായി കാത്തിരിക്കുകയാ. The Antichrist is also preparing the world for a transformation. എതിർ ക്രിസ്തുവും ലോകത്തെ ഒരു രൂപാന്തരത്തിനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. It's called transhumanism. That means it's one level beyond being man. അത് മനുഷ്യ തലത്തിൽ നിന്ന് ഉന്നതമായ ഒരു തലത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന അനുഭവമത്രേ. All mankind is going to become godlike by the injection of the chip into their bodies. ഓരോ മനുഷ്യനിലും പ്രവേശിപ്പിക്കുന്നതായ ചിപ്പ് മുഖാന്തരമായി ഓരോ മനുഷ്യനെയും ഒരു അമാനുഷിക തലത്തിലേക്ക് ദൈവതുല്യരാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്നു. By the fusion of machine and man and artificial intelligence and the internet, by the fusion of all these, human beings are going to become very powerful, godlike. യാന്ത്രികതയുടെയും കൃത്രിമ ബുദ്ധിയുടെയും മനുഷ്യത്വത്തെയും ബൗദ്ധികതയും ചേർത്തുകൊണ്ട് അതിന്റെ സംയോജിത രൂപത്തിൽ കൂടെ മനുഷ്യനെ ഒരു അമാനുഷികതയിലേക്ക് കൊണ്ടുപോകുവാൻ പിശാച് എതിർ ക്രിസ്തു പരിശ്രമിക്കുന്നു. In America there is a man who has started a political party called the Transhumanist Party. ഈ അമേരിക്കയിൽ ഒരു മനുഷ്യൻ ഒരു സംഘടന, ഒരു പാർട്ടി ആരംഭിച്ചിരിക്കുന്നു. ആ സംഘടനയുടെ പേർ അമാനുഷികരുടെ സംഘടന എന്ന. So the world is getting ready for that. മനുഷ്യർ ലോകം അതിനായി ഒരുങ്ങപ്പെട്ടു കഴിഞ്ഞു. Another man has started a new religion in America. അമേരിക്കയിൽ മറ്റൊരു മനുഷ്യൻ പുതിയൊരു മതം ആരംഭിച്ചു. The god of that religion is AI, artificial intelligence. ആ മതത്തിന്റെ ദൈവം എന്തെന്നാൽ കൃത്രിമ ബുദ്ധിയാകുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. So the whole world is looking forward to that transformation. സകല ലോകവും ആ രൂപാന്തരത്തിനായി കാത്തിരിക്കുകയാ. We are going to be transformed into gods. നാം ഒക്കെയും ദൈവത്വനുള്ളവരായി രൂപാന്തരപ്പെടും. But unfortunately they are going to be transformed. It's not the deification of humanity, it's the demonization of humanity. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് മനുഷ്യന്റെ സർവനാശത്തിന്, മനുഷ്യനെ ഇല്ലാതാക്കുന്നതിന് ഉപകരിക്കുകയുള്ളൂ. It's not man becoming God, it's man becoming demon. എന്നാൽ അതൊരിക്കലും മനുഷ്യൻ ദൈവമായി തീരുകയില്ല, മനുഷ്യൻ പിശാചായി തീരുകയുള്ളൂ. That's why the Bible says those who take the mark in their foreheads, they have no salvation, they cannot return again. It's a no return situation, they will be doomed for hell. ആകയാലാകുന്നു ബൈബിൾ പറയുന്നത്, മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നവന് പിന്നീട് ഒരു മടങ്ങിവരവോ ഒരു രക്ഷയോ സാധ്യമല്ല, നിത്യനാശം മാത്രമേ ഉള്ളൂ. But on the other side, we are all waiting for another kind of transformation. എന്നാൽ മറുഭാഗത്ത് നാമൊക്കെയും ഒരു രൂപാന്തരത്തിനായി കാത്തിരിക്കുന്നു. In a moment, in the twinkling of an eye, we shall all be changed. ഒരു നൊടിക്കുള്ളിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. If we submit to Jesus fully, നാം ക്രിസ്തുവിനെ സമ്പൂർണ്ണമായി സമർപ്പിതരെങ്കിൽ, if we surrender our enmity, our nature of sin to him, നമ്മുടെ ദൈവത്തിന് വിരോധമായിട്ടുള്ള ആ ശത്രുതയെയോ നമ്മുടെ പാപത്തിന്റെ പ്രകൃതത്തെയും നാം വെച്ചൊഴിയുന്നുവെങ്കിൽ, if we allow him to conquer us against our own wishes, നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരോധമായി നമ്മെ സമ്പൂർണ്ണമായി അപഹരിപ്പാൻ തക്കവണ്ണം നാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, if we can fully give ourselves to him to become Mrs. Jesus, ക്രിസ്തുവിന്റെ ഭാര്യയായി തീരുവാൻ തക്കവണ്ണം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, then when the trumpet sounds, അങ്ങനെയെങ്കിൽ ആ കാഹളം ധ്വനിക്കുമ്പോൾ we can go when he comes. നമുക്ക് അവനോടൊപ്പം അവൻ വരുമ്പോൾ പോകുവാൻ സാധിക്കും. Do you know there is a power operating inside you that will change you when Jesus comes? കർത്താവായ യേശു വരുമ്പോൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തി അവനോട് ഒത്തുചേർക്കുന്നതായ ഒരു ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നുവെന്ന് അറിയുന്നുണ്ടോ? Have you seen a caterpillar transformed into a butterfly? ഒരു പട്ടുനൂൽപ്പുഴു ഒരു ചിറകുള്ളതായ ഒരു ചിത്രശലഭമാകുന്നത് പോലെ, how dirty is the caterpillar and how beautiful is the butterfly. ആ പുഴു എത്ര വികൃതമായിരിക്കട്ടെ, എന്നാൽ ആ ചിത്രശലഭം എത്ര മനോഹരമായിരിക്കുന്നു. In the same way, we human beings are going to be transformed into beautiful sons of God. അങ്ങനെ ഈ മനുഷ്യരായിരിക്കുന്ന നാമൊക്കെയും മനോഹരമായി രൂപാന്തരപ്പെടുവാൻ പോകുന്നു. The caterpillar takes a few days to become a butterfly. ഒരു പുഴു ചില ദിവസങ്ങൾ എടുക്കും ഒരു ചിത്രശലഭമാകുവാൻ. But for you and me to become sons of God doesn't take even a few seconds. In split second, in a moment, we will be transformed. എന്നാൽ എനിക്കോ നിങ്ങൾക്കോ ദൈവപുത്രരാകുവാൻ ഒരു ദിവസങ്ങൾ എടുക്കുകയില്ല, നിമിഷങ്ങൾ എടുക്കുകയില്ല. കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. Why? How? എങ്ങനെ? അത് എന്തുകൊണ്ട്?
അറിഞ്ഞുകൊണ്ട് there is a power operating inside you and me. It's called the power of the Holy Spirit. എന്നിലും നിങ്ങളിലും ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയത്രേ. It's called the power of resurrection. അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയത്രേ. Today when we speak in tongues, ഇന്ന് രാത്രികാലം നാം അന്യഭാഷകളിൽ ഭാഷണം the ചെയ്യുമ്പോൾ whole world may laugh at us saying we are mad people. നാം ഒരു ഭ്രാന്തരെന്ന് സർവ്വലോകവും പരിഹസിച്ചേക്കാം. But we know the secret. എന്നാൽ ആ രഹസ്യം നാം അറിയുന്നു. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, do not stop speaking in tongues. നീ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് നിർത്തിക്കളയരുതേ. Every day, even in your houses, you speak in tongues. അനുദിനം നിന്റെ ഭവനത്തിൽ നീ അന്യഭാഷകളിൽ In സംസാരിക്കുവീൻ. your family prayers, speak in tongues. നിന്റെ കുടുംബ പ്രാർത്ഥനകളിൽ അന്യഭാഷകളിൽ സംസാരിക്കുവീൻ. In your early morning praising, speak in tongues. അതിരാവിലെയുള്ള സ്തോത്രാരാധനയിൽ അന്യഭാഷകളിൽ സംസാരിക്കുവീൻ. In your personal prayers, speak in tongues. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ അന്യഭാഷകളിൽ സംസാരിക്കുവീൻ. Even now in this meeting, speak in tongues. ഈ കൂടിവരവിലും നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുവീൻ. Oh, that is the power of resurrection. അതത്രേ പുനരുദ്ധാനത്തിന്റെ ശക്തി. If you go on getting filled in the Spirit, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ one day the trumpet will sound. ഒരു നാൾ കാഹളം ധ്വനിക്കും. And that power will be manifest in your body. ആ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ പ്രദർശിതമാകും. Just like the caterpillar turns into a butterfly. ഒരു പച്ചപ്പുഴു ചിത്രശലഭമാകും പോലെ In a moment, in the twinkling of an eye, your mortal body shall be quickened into a glorified body. ഒരു നൊടിയിടയ്ക്കുള്ളിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നിങ്ങളുടെ മാർത്തിയ ശരീരം തേജസ്സിന്റെ ശരീരമായി രൂപാന്തരപ്പെടും. The dead will be transformed. ഓ മരിച്ചവർ രൂപാന്തരപ്പെടും. Graves will open. കല്ലറകൾ തുറക്കപ്പെടും. Oh death, where is your sting? ഓ മരണമേ നിന്റെ ജയമെവിടെ? Oh grave, where is your victory? പാതാളമേ നിന്റെ ബാധകൾ എവിടെ? In the same time, അതേ സമയത്ത് by the grace of Jesus Christ, ക്രിസ്തുവിന്റെ കൃപയാൽ those who have taken water baptism, സ്നാനമേറ്റ ദൈവജനം, those who have received the Holy Spirit, അഭിഷേകം പ്രാപിച്ച ദൈവജനം, as they submit themselves to die to sin, ക്രിസ്തു പാപത്തിന് മരിക്കുവാൻ സമർപ്പിച്ച ദൈവജനം, as they submit themselves to be fully conquered by Jesus, ക്രിസ്തുവിനാൽ പൂർണ്ണമായി അപഹരിക്കപ്പെടുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട പോലെ as the Holy Spirit takes control of their lives. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ മേധാവിത്വം ഏറ്റെടുത്ത പോലെ We don't know when it is going to happen. അത് എപ്പോൾ സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ല. It may happen at midnight. ഒരുപക്ഷെ അത് അർദ്ധരാത്രിയിലായിരിക്കും. It might happen during a meeting like this. അത് ഒരുപക്ഷെ ഇതുപോലെ ഒരു യോഗത്തിലായിരിക്കും. It might happen when you're in a workplace. ഒരുപക്ഷെ അത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലായിരിക്കും. It might happen when you're sleeping. അതൊരുപക്ഷെ നിങ്ങൾ ഉറങ്ങുമ്പോഴായിരിക്കും. Supposing a meeting like this is going on and Jesus comes. ഒരുപക്ഷെ ഇതുപോലൊരു കൂടിവരവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു വരുമെന്ന് ചിന്തിക്കുവീൻ. You know how it will be? അതെപ്പോ എങ്ങനെയായിരിക്കുമെന്നോ? If we are all taken up, നമ്മളെല്ലാവരും എടുത്തുകൊള്ളപ്പെട്ടാൽ your Bibles will be here. നമ്മുടെ വേദപുസ്തകങ്ങൾ ഇവിടെ Your ഉണ്ടായിരിക്കും. clothes will be here. നമ്മുടെ വസ്ത്രങ്ങൾ ഇവിടെ The ഉണ്ടായിരിക്കും. fans will be running. ഈ ഫാനുകളൊക്കെയും അപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. Your cars will be here. ഈ നമ്മുടെ വാഹനങ്ങളൊക്കെയും അപ്പോഴും ഇവിടെ തന്നെ Your ഉണ്ടായിരിക്കും. houses will be here. നമ്മുടെ ഭവനങ്ങളൊക്കെയും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. But you and I will not be here. എന്നാൽ ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. 1 second we'll be here, the next second we'll be in heaven, saluting Jesus, bowing before Jesus, worshiping Jesus, embracing Jesus. ഒരു നിമിഷത്തിൽ നാം ഈ ഭൂമിയിലേക്ക് അടുത്ത ഇമപ്പൊഴുതിൽ നാം സ്വർഗത്തിൽ യേശുവിന്റെ മുൻപാകെ അവനെ വണങ്ങുന്നവർ, അവനെ ആരാധിക്കുന്നവർ, അവനെ കെട്ടിപ്പുണരുന്നവരത്രേ. That day we will see Jesus face to face and all of us will shout hallelujah. ആ ദിനത്തിൽ നാം ഏവരും അവനെ അഭിമുഖമായി കാണും. ഉറപ്പുള്ളവർ ഒരു ഹല്ലേലൂയ മുഴക്കട്ടെ. Those who want to surrender to be conquered by Jesus, put up your hands. യേശുവിനാൽ സമ്പൂർണ്ണമായി അപഹരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. I don't want that nature of sin inside me. എന്നിൽ ആ പാപത്തിന്റെ പ്രകൃതം ഉണ്ടാകുകയേ I വേണ്ട. celebrate the feast of unleavened bread by submitting my nature of sin to Jesus. ഞാൻ ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്റെ പാപത്തിന്റെ പ്രകൃതത്തെ അടിയറ വെക്കുന്നതിൽ കൂടെ ആഘോഷിക്കും. I celebrate this feast of unleavened bread by lifting up my hands and surrendering myself. എന്റെ കരങ്ങളെ ഉയർത്തി എന്റെ പാപത്തിന്റെ പ്രകൃതത്തെ ഞാൻ ക്രിസ്തുവിന്റെ മുൻപാകെ അടിയറവ് വയ്ക്കുമ്പോൾ ഞാൻ ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. Now an anointing is coming down. An anointing is coming down. അഭിഷേകം ഇറങ്ങുന്നു.
ഇന്ന് We are going to celebrate the feast of first fruits now. നാം ആദ്യ ഫലത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ We പോകുന്നു. are going to be filled with the hope of resurrection. പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയാൽ നിറയുവീ. Our husband Jesus is in our midst. നമ്മുടെ ഭർത്താവായ ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. Because I rose again, you will rise again. അവൻ പറയുന്നു, ഞാൻ ഉയർത്തിരിക്കുകയാൽ നിങ്ങളും ഉയർക്കോ. That same spirit that is transforming your mortal body into a glorious body is operating in your body now. നിങ്ങളുടെ അമർത്തിയ ശരീരങ്ങളെ അമർത്തിയ ശരീരങ്ങളാക്കുന്ന അതേ അഭിഷേകം ഇപ്പോൾ നിങ്ങളിൽ വ്യാപരിക്കുന്നു. That sickness that is in you cannot stay there. ആ രോഗത്തിന് ഇനിമേൽ നിങ്ങളിൽ വസിക്കാൻ സാധ്യമല്ല. Greater is he that is in you than the sickness in your body. നിങ്ങളിലുള്ളവൻ നിങ്ങളിലുള്ള രോഗത്തെക്കാട്ടിലും വലിയവനത്രേ. Sharabaha Santuriabaha Sanuarabahu Shabtuda Riamahu Shatula Maharamaha Santulaya Kormina Maria. Shabatalaka Saparabahu Shabtudan Karabania Sadula Baria. You may not understand the language you are speaking. നിങ്ങൾ പറയുന്ന ഭാഷ ഏതെന്ന് നിങ്ങൾ അറിയുന്നില്ല. But you are speaking words regarding the hope of resurrection. എന്നാൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയെ സംബന്ധിച്ചതത്രേ. Secondly, the power of resurrection is operating in you. രണ്ടാമതായി പുനരുത്ഥാനത്തിന്റെ ശക്തി അത്രേ നിങ്ങളിൽ വ്യാപരിക്കുന്നത്. So for a few minutes we are going to speak in tongues. ചില നിമിഷങ്ങൾ നാം അന്യഭാഷകളിൽ സംഭാഷിക്കുവാൻ പോകുന്നു. I will rise again by the grace of God. എന്റെ ക്രിസ്തുവിന്റെ കൃപയാൽ ഞാൻ ഉയർക്കപ്പെടും. My sickness will be healed by the power of God. എന്റെ ദൈവത്തിന്റെ ശക്തിയാൽ എന്റെ രോഗങ്ങൾ സൗഖ്യമാകും. Ramau Shamaria Santi Mahasia Lamau Misaria Mau Shantulaya Maharia. Thank you, Jesus. Tudabaka Shaptudan Karabau Shaptudan. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. പറന്നു പറന്നു ഞാൻ ഉയർന്നിടുന്നേ പരനമിത ബലം എനിക്കേകിടും. പറന്നു പറന്നു ഞാൻ ഉയർന്നിടുന്നേ പരനമിത ബലം എനിക്കേകിടും. ക്ഷീണിക്കില്ല തളരുകില്ല തൻ കൃപ എന്നാശ്രയം. ക്ഷീണിക്കില്ല തളരുകില്ല തൻ കൃപ എന്നാശ്രയം. അതിവേഗം കണ്ടിടുമേ എൻ പ്രിയമേ വേഗം കണ്ടിടുമേ എൻ ക്ലേശമാകെ മറന്നു. We just heard during the infilling of the Spirit how in a moment, in the twinkling of an eye, we are all going to be transformed. നമുക്കെയും ആത്മനിറവിന്റെ സമയത്ത് നാം കേൾക്കുകയും ആരാധിക്കുകയും ചെയ്തു. നൊടിയിടയ്ക്കുള്ളിൽ നാം പറന്നുപോകും. You know, the world is also waiting for Mm-hmm.